ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. രാജ്യപുരോഗതിക്ക് വലിയ സംഭാവന നൽകാൻ യുവജനങ്ങൾക്ക് സാധിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ റോസ്ഗാർ മേളയിൽ പ്രധാനമന്ത്രി നിയമന ഉത്തരവുകൾ കൈമാറി. തിരുവനന്തപുരത്തും എറണാകുളത്തും നടന്ന പരിപാടിയിൽ കേന്ദ്രമന്ത്രിമാരായ കമലേഷ് പാസ്വാനും സുരേഷ് ഗോപിയും പങ്കെടുത്തു. പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെ നടപടികൾ കടുപ്പിച്ച് ഇന്ത്യ. സിന്ധു നദിയിൽ നിന്നുള്ള ജലം പാകിസ്ഥാനിൽ എത്തുന്നില്ലെന്ന് ഉറപ്പാക്കുമെന്ന് കേന്ദ്രമന്ത്രി CR പാട്ടീൽ. ആഗോള കത്തോലിക്ക സഭാ തലവൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം റോമിലെ സെയിന്റ് മേരി മേജർ ബസിലിക്കയിൽ നടക്കും. രാഷ്ട്രപതി ദ്രൗപദി മുർമു ചടങ്ങിൽ പങ്കെടുക്കും. സംസ്ഥാനത്തെ എല്ലാ വനാതിർത്തികളും കെട്ടിയടച്ച് കാട്ടാന ആക്രമണം തടയുന്നത് പ്രാവർത്തികമല്ലെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. പ്രശസ്ത ചരിത്രകാരൻ ഡോക്ടർ MGS നാരായണൻ അന്തരിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രനിർമ്മാണത്തിൽ പങ്കാളികളാകുന്നതിനൊപ്പം രാജ്യപുരോഗതിക്ക് വലിയ സംഭാവന നൽകാൻ യുവജനങ്ങൾക്ക് സാധിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 15ാമത് റോസ്ഗാർ മേളയിലൂടെ നിയമനം ലഭിച്ച 51,000 ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകൾ കൈമാറുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷ, അടിസ്ഥാന സൗകര്യ വികസനം, പൊതുജന സേവനം ഉൾപ്പെടെയുള്ള മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയാണ് നിയമന ഉത്തരവ് ലഭിച്ചവരുടെ ദൌത്യമെന്നും അദ്ദേഹം പറഞ്ഞു. യുവജനങ്ങളുടെ പിന്തുണയോടെ 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി കമലേഷ് പാസ്വാൻ. ദേശീയ റോസ്ഗാർ മേളയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് ആദായ നികുതി വകുപ്പ് സംഘടിപ്പിച്ച മേളയിൽ പങ്കെടുക്കുകയായിരുന്നു കേന്ദ്ര സഹമന്ത്രി. തൊഴിൽ മേളയിലൂടെ രാജ്യത്തെ സേവിക്കാൻ ലഭിക്കുന്ന ഈ ഉത്തരവാദിത്തം മികച്ച രീതിയിൽ നിർവഹിക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. देश में आदरणीय प्रधानमंत्री मोदी जी के नेतृत्व में रोजगार मेला जब 2.5 साल पहले आदरणीय मोदी जी के नेतृत्व में जब हमने ये चालू किया था, कि उम्मीद और विश्वास के साथ था कि उन युवाओं को हम कैसे रोजगार और सरकार की व्यवस्थाओं में शामिल करें. और मुझे बड़ी प्रसन्नता है कि जब पिछली बार किया गया था रोजगार मेला तो उसमें करीब हमने 75,000 लोगों को रोजगार देने का, विभिन्न क्षेत्रों में देने का काम किया, और आज करीब हम 51,000 पूरे देश में देने का काम कर रहे हैं. तो मैं निश्चित तौर पर आदरणीय मोदी जी के विजनरी को मैं यहाँ पर सलाम करता हूँ, उनका अभिनंदन करता हूँ. തിരുവനന്തപുരത്തും എറണാകുളത്തും നടന്ന പരിപാടിയിൽ കേന്ദ്രമന്ത്രിമാരായ കമലേഷ് പാസ്വാനും സുരേഷ് ഗോപിയും പങ്കെടുത്തു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെ നടപടികൾ കടുപ്പിച്ച് ഇന്ത്യ. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിന് പിന്നാലെ നദിയിൽ നിന്നുള്ള ഒരു തുള്ളി വെള്ളം പോലും പാകിസ്ഥാനിൽ എത്തുന്നില്ലെന്ന് സർക്കാർ ഉറപ്പാക്കുമെന്ന് കേന്ദ്ര ജലശക്തി മന്ത്രി CR പാട്ടീൽ പറഞ്ഞു. കരാർ നിർത്തിവച്ചതിന്റെ ഭാവി നടപടികൾ ചർച്ച ചെയ്യാൻ ന്യൂഡൽഹിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 3 പതിറ്റാണ്ടുകളായി രാജ്യം തീവ്രവാദ ഗ്രൂപ്പുകളെ പിന്തുണച്ചിരുന്നുവെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫ് സമ്മതിച്ചു. ഒരു ബ്രിട്ടീഷ് വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു പാക് മന്ത്രിയുടെ പ്രതികരണം. ഭീകരവാദത്തെ പിന്തുണച്ചത് ഒരു തെറ്റായിരുന്നുവെന്നും അതിന് പാകിസ്ഥാൻ വലിയ വില നൽകേണ്ടി വന്നിട്ടുണ്ടെന്നും പാക് മന്ത്രി വ്യക്തമാക്കി. ജമ്മു കശ്മീരിലെ പഹൽഗാമിൽ അടുത്തിടെ നടന്ന ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാക് മന്ത്രിയുടെ പ്രസ്താവന പുതിയ ആശങ്കകൾ ഉയർത്തുന്നതായാണ് വിലയിരുത്തപ്പെടുന്നത്. ആഗോള കത്തോലിക്ക സഭാ തലവനായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 റോമിലെ സെയിന്റ് മേരി മേജർ ബസിലിക്കയിൽ നടക്കും. സംസ്കാര ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു പങ്കെടുക്കുന്നുണ്ട്. സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതികദേഹത്തിൽ രാഷ്ട്രപതി പുഷ്പചക്രം അർപ്പിച്ചു. കേന്ദ്രമന്ത്രിമാരായ കിരൺ റിജിജു, ജോർജ് കുര്യൻ തുടങ്ങിയവരും രാഷ്ട്രപതിക്കൊപ്പമുണ്ട്. കേരളത്തെ പ്രതിനിധീകരിച്ച് മന്ത്രി റോഷി അഗസ്റ്റിൻ പങ്കെടുക്കുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ ഉൾപ്പെടെയുള്ള ലോക നേതാക്കളും സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കും. വയനാട് എരുമക്കൊല്ലിയിലെ കാട്ടാന ആക്രമണത്തിൽ പ്രതികരിച്ച് വനം മന്ത്രി AK ശശീന്ദ്രൻ. ആനയെ തളയ്ക്കാൻ ആവശ്യം വന്നാൽ പോലീസിന്റെ സഹായം തേടാൻ ജില്ലാ കളക്ടറോട് നിർദ്ദേശിച്ചതായി അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ എല്ലാ വനാതിർത്തികളും കെട്ടിയടച്ച് കാട്ടാന ആക്രമണം തടയുന്നത് പ്രാവർത്തികമല്ലെന്നും മന്ത്രി വ്യക്തമാക്കി. കേരളത്തിലെ വനഭൂമി ആകെയും അതിൽ കെട്ടി തടയാൻ പറ്റില്ല. അതൊരു പ്രായോഗികമായ പ്രശ്നമാണ്. അങ്ങനെ വെട്ടിയാൽ നമുക്ക് വയനാട് ചൂട് അടച്ചു കെട്ടേണ്ടി വരും. വനത്തിനോട് നമ്മുടെ പ്രധാനപ്പെട്ട റോഡുകളെല്ലാം പോകുന്നത്. അപ്പോൾ ഏതെങ്കിലും നമ്മൾക്ക് ഫുള്ളായിട്ട് കെട്ടി തീർക്കുക എന്നതല്ല. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് തൽക്കാലം ഒരു നടപടി സ്വീകരിക്കാനുള്ള താൽക്കാലിക അനുവാദമെങ്കിലും കിട്ടണം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിങ്ങിനായി അടുത്ത മാസം 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നതിന് മുന്നോടിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഒരുക്കങ്ങൾ വിലയിരുത്തും. വൈകിട്ട് വിഴിഞ്ഞത്ത് നടക്കുന്ന അവലോകന യോഗത്തിൽ പങ്കെടുത്ത ശേഷം തുറമുഖവും പുലിമുട്ടും മുഖ്യമന്ത്രി സന്ദർശിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. പ്രശസ്ത ചരിത്രകാരൻ ഡോക്ടർ MGS നാരായണൻ അന്തരിച്ചു. കോഴിക്കോട് മലാപ്പറമ്പിലെ വസതിയിലായിരുന്നു അന്ത്യം.
92 വയസ്സായിരുന്നു. 1970 മുതൽ 1992 വരെ അദ്ദേഹം കാലിക്കറ്റ് സർവകലാശാല ചരിത്ര വിഭാഗം തലവനായി പ്രവർത്തിച്ചു. കേരളത്തിന്റെ പെരുമാൾ കാലഘട്ടത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഗവേഷണ പ്രബന്ധമായ പെരുമാൾസ് ഓഫ് കേരള പിന്നീട് പുസ്തകമായി പ്രസിദ്ധീകരിച്ചു. ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി, ഇന്ത്യൻ ചരിത്ര ഗവേഷണ കൌൺസിലിന്റെ അധ്യക്ഷൻ എന്നീ നിലകളിലും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. സംസ്കാരം ഇന്ന് വൈകിട്ട് 4 മണിക്ക് മാവൂർ റോഡ് ശ്മശാനത്തിൽ നടക്കും. MGS നാരായണന്റെ വിയോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനം രേഖപ്പെടുത്തി. മന്ത്രി AK ശശീന്ദ്രൻ മലാപ്പറമ്പിലെ MGSന്റെ വസതിയിലെത്തി അന്ത്യോപചാരം അർപ്പിച്ചു. മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാമിനെതിരെയുള്ള കേസിൽ നിയമപരമായ നടപടികൾ നടന്നുവരികയാണെന്ന് മന്ത്രി P രാജീവ്. വിഷയം വ്യക്തമായി പരിശോധിച്ചതിനു ശേഷം തുടർ നടപടികൾ സംബന്ധിച്ച് മുഖ്യമന്ത്രി തന്നെ തീരുമാനമെടുക്കുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് KM എബ്രഹാമിനെതിരായ ആരോപണങ്ങളിൽ CBI അന്വേഷണം നടത്താനുള്ള ഹൈക്കോടതി ഉത്തരവ് 2 ആഴ്ച മുമ്പ് വന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ CBI കേസെടുത്തതായാണ് റിപ്പോർട്ട്. ഇന്ത്യ ഓഡിയോ സമ്മിറ്റ് ആൻഡ് അവാർഡ്സ് 2025 വിവിധ വിഭാഗങ്ങളിലായി ആകാശവാണിക്ക് 6 അവാർഡുകൾ. റേഡിയോ ഓഡിയോ കണ്ടന്റ് പ്രൊഡക്ഷനിലെ മികവിനെ അംഗീകരിക്കുന്ന അവാർഡുകളുടെ 3ാം പതിപ്പ് ഇന്നലെ മുംബൈയിലാണ് നടന്നത്. തിരുക്കൊച്ചി മുഖ്യമന്ത്രിയും SNDP യോഗം ജനറൽ സെക്രട്ടറിയുമായിരുന്ന C കേശവന്റെ പൂർണ്ണകായ പ്രതിമയടങ്ങിയ പത്തനംതിട്ട കോഴഞ്ചേരി ടൗണിലെ നവീകരിച്ച സ്ക്വയറിന്റെ ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. കോഴഞ്ചേരി പ്രസംഗത്തിന്റെ 90ാം വാർഷികത്തിന്റെ ഭാഗമായി 1 വർഷം നീണ്ടു നിൽക്കുന്ന സാംസ്കാരിക പരിപാടികൾ ജില്ലയിൽ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S ശ്രീധർ. C കേശവന്റെ കോഴഞ്ചേരി പ്രസംഗത്തിന്റെ ഓർമ്മയ്ക്കായാണ് C കേശവൻ സ്ക്വയർ നിർമ്മിച്ചിരിക്കുന്നത്. കോഴഞ്ചേരി ടൗണിൽ റീബിൽഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 20 ലക്ഷം രൂപ ചിലവിൽ നിർമ്മിച്ച C കേശവൻ സ്ക്വയറിൽ അദ്ദേഹത്തിന്റെ പൂർണ്ണകായ പ്രതിമയും കോഴഞ്ചേരി പ്രസംഗത്തിന്റെ ചുരുക്കവും ആലേഖനം ചെയ്തിട്ടുണ്ട്. 1935 മെയ് 13 ക്രൈസ്തവ മഹാസഭയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പൌരസമത്വ യോഗത്തിൽ അദ്ദേഹം നടത്തിയ കോഴഞ്ചേരി പ്രസംഗവും തുടർന്നുണ്ടായ സംഭവങ്ങളും തിരുവിതാംകൂറിന്റെ രാഷ്ട്രീയ ഗതിയെ തന്നെ മാറ്റിമറിച്ച ചരിത്രമാണ്. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായി ഏറ്റുമുട്ടും. വൈകുന്നേരം 7:30 കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിലാണ് മത്സരം. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 9,005 രൂപയും പവന് 72,040 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത് നാളെ. പരിപാടിയുടെ 121ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലകളിലും പരിപാടി ലഭ്യമാകും. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ പ്രാദേശിക ഭാഷകളിൽ മൻ കി ബാത് കേൾക്കാം. നിയന്ത്രണ രേഖയിൽ ഇന്നലെ രാത്രി പാകിസ്ഥാൻ സൈന്യം നടത്തിയ വെടിവയ്പ്പിനെ ശക്തമായി പ്രതിരോധിച്ച് ഇന്ത്യ. കശ്മീരിലെ നിയന്ത്രണ രേഖയിലുടനീളം പാകിസ്ഥാൻ സൈനിക പോസ്റ്റുകൾ പ്രകോപനമില്ലാതെ വെടിവയ്പ് നടത്തിയതായും ഇന്ത്യൻ സൈന്യം ഉചിതമായി തിരിച്ചടിച്ചതായും പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു. ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പെഹൽഗാം ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ച് UN രക്ഷാസമിതി. ഭീകരവാദം ആഗോള സമാധാനത്തിന് വലിയ വെല്ലുവിളിയാണെന്നും എല്ലാ തരത്തിലുള്ള ഭീകരതയെയും ചെറുക്കേണ്ടതുണ്ടെന്നും സുരക്ഷാ സമിതി അംഗങ്ങൾ പ്രസ്താവനയിൽ പറഞ്ഞു. അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന് ഉത്തരവാദികളായവരെ നീതിക്ക് മുന്നിൽ കൊണ്ടുവരുന്നതിൽ ഇന്ത്യയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് US നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ തുൾസി ഗബ്ബാർഡ് പറഞ്ഞു. ഇന്നലെ അന്തരിച്ച ISRO മുൻ ചെയർമാനും ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ശില്പിയുമായിരുന്ന K കസ്തൂരിരംഗന്റെ ഭൗതികദേഹം നാളെ രാവിലെ 10 മണി മുതൽ ബംഗളൂരുവിലെ രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പൊതുദർശനത്തിന് വയ്ക്കും. 9 വർഷക്കാലത്തോളം ISROയുടെ നേതൃസ്ഥാനം വഹിച്ചിരുന്ന അദ്ദേഹം രാജ്യത്തിന്റെ സുപ്രധാന വിക്ഷേപണ വാഹനമായ PSLV വികസിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിരുന്നു. 2003 മുതൽ 2009 വരെ രാജ്യസഭാംഗമായിട്ടുണ്ട്. പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ ഉൾപ്പെടെയുള്ള പുരസ്കാരങ്ങൾ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യപുരോഗതിക്ക് വലിയ സംഭാവന നൽകാൻ യുവജനങ്ങൾക്ക് സാധിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ റോസ്ഗാർ മേളയിൽ പ്രധാനമന്ത്രി നിയമന ഉത്തരവുകൾ കൈമാറി. തിരുവനന്തപുരത്തും എറണാകുളത്തും നടന്ന പരിപാടിയിൽ കേന്ദ്രമന്ത്രിമാരായ കമലേഷ് പാസ്വാനും സുരേഷ് ഗോപിയും പങ്കെടുത്തു. പെഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെ നടപടികൾ കടുപ്പിച്ച് ഇന്ത്യ. സിന്ധു നദിയിൽ നിന്നുള്ള ജലം പാകിസ്ഥാനിൽ എത്തുന്നില്ലെന്ന് ഉറപ്പാക്കുമെന്ന് കേന്ദ്രമന്ത്രി CR പാട്ടീൽ. ആഗോള കത്തോലിക്ക സഭാ തലവൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം റോമിലെ സെയിന്റ് മേരി മേജർ ബസലിക്കയിൽ നടക്കും. രാഷ്ട്രപതി ദ്രൗപദി മുർമു ചടങ്ങിൽ പങ്കെടുക്കും. സംസ്ഥാനത്തെ എല്ലാ വനാതിർത്തികളും കെട്ടിയടച്ച് കാട്ടാന ആക്രമണം തടയുന്നത് പ്രാവർത്തികമല്ലെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. പ്രശസ്ത ചരിത്രകാരൻ ഡോക്ടർ MGS നാരായണൻ അന്തരിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായി ഏറ്റുമുട്ടും.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.